പാലക്കാട് കണ്ണാടിയിൽ നിന്നൊരു വാർത്ത വരുന്നത് പട്ടിയെ കൊന്ന് കുടിവെള്ള ടാങ്കിലിട്ടു. 20ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള ടാങ്കിലാണ് പട്ടിയെ കൊന്നിട്ടത്. പതിവായി ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൽ രൂക്ഷഗന്ധം വന്നതോടെയാണ് ജനങ്ങൾ ടാങ്ക് തുറന്ന് പരിശോധിച്ചത്. ഇന്നലെ മുതൽ ഞങ്ങൾ മറന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് പുഴുവ് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വന്നു. അപ്പോൾ സംശയം എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ആരാന്നുള്ളത് സംശയം. രോമം കംപ്ലീറ്റ് പോയിട്ട് പുഴുവും ഫുള്ളായിട്ടുണ്ടായി. അപ്പോൾ ഒരു ഒരാഴ്ച മേലെ ആയിട്ടുണ്ടാവുന്ന സംശയം. ഈ വഴിത്തേക്ക് 2-3 ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. തുറന്ന് വെച്ചാൽ നമുക്ക് സംശയം ആർക്കും മാറ്റാം. ചിലപ്പോൾ നായകടി ചാടി ഉറപ്പാണ്. എന്തെന്നറിയില്ല, ഇത് ആരതിങ്ങനെ ചെയ്തെന്നറിയില്ല. ഇവിടെ 10ഓളം വീട്ടുകാർ വെള്ളം കിട്ടാതെ അതിൽ നിന്നാണ് നിത്യോപയോഗത്തിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ഇങ്ങനെ ടോർച്ച് അടിച്ച് കുട്ടികളെടുത്ത് നോക്കുമ്പോഴാണ് നായ അതിൻ്റെ ഉള്ളിൽ ചത്ത് കിടക്കുന്നത്. ഇന്നലെ രാത്രിയാണ് കണ്ടത്. തല്ലിക്കൊന്ന് ഇട്ടതാണ്. അല്ലാണ്ട് അതിൻ്റെ മുകളിൽ എന്തായാലും നായ കയറാനുള്ള ഇതൊന്നുമില്ല. പൂച്ചയാണെങ്കിലും കയറില്ല, നായാണെങ്കിലും കയറില്ല. ഷാരിഖ് നവാസ് വിവരങ്ങളുമായി. ഷാരിഖ്, 10-20 കുടുംബങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ടാങ്ക്. ഒരുപക്ഷെ അവരുടെ ഏക ആശ്രയം കൂടിയായിരിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വെള്ളം അവർ ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോലീസൊക്കെ സ്ഥലത്തെത്തി ആരാണിതിന് പിന്നിൽ ഈ ഹീനകൃത്യം ചെയ്തത് എന്നതിലൊക്കെ അന്വേഷണം നടത്തുകയാണോ? അനുജ, തീർച്ചയായും പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞു. എന്തായാലും ഇത് ആരാണ് ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ അന്വേഷിക്കും. പോലീസ് എന്തായാലും വെറ്റിനറി സർജനോട്, അതായത് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താൻ, നായയുടെ പോസ്റ്റ്മോർട്ടം നടത്താനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ വെറ്റിനറി സംഘം ഇവിടെ എത്തി ഈ നായയുടെ ജഡം മാറ്റി അത് ഹോസ്പിറ്റലിൽ എത്തിച്ച്, മൃഗാശുപത്രിയിൽ എത്തിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. നായയെ തല്ലിക്കൊന്ന് ഈ ടാങ്കിനകത്ത് ഇട്ടതാണ് എന്ന് തന്നെ നിഗമനത്തിലാണ് നാട്ടുകാരുള്ളത്. കാരണം നായി തനിയെ അതിൽ വീഴാൻ യാതൊരുവിധ സാധ്യതയുമില്ല. കാരണം ഈ ടാങ്കിൻ്റെ മൂടി അത് അടച്ചിട്ട നിലയിൽ തന്നെയാണ് എന്നും ഉള്ളത്. നായ തനിയെ വീഴാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് പറയുന്നു. എന്തായാലും പ്രദേശം ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ സമീപ സ്ഥലത്തൊന്നും CCTV ഒന്നും ഇല്ല. അതുകൊണ്ട് ഇതാരാണ് കൊന്ന് ഇതിലേക്ക് അകത്തിട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ അന്വേഷിച്ച് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് ടൗൺ സൗത്ത് SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ടാങ്ക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം പരിശോധന നടത്തി ഇത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് പ്രദേശത്തെ കുട്ടികൾ ഇത്തരത്തിൽ ഈ ടാങ്കിൽ നിന്നും പുഴു വരുന്നത് കണ്ടതിനെ തുടർന്ന് ടോർച്ച് അടിച്ച് കണ്ണാടിയിലാണ് ഒരു ഹീനകൃത്യം നടന്നത്. കുടിവെള്ള ടാങ്കിൽ പട്ടിയെ കൊന്നിട്ടു എന്നതാണ്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആളുകൾ അത് അറിഞ്ഞത് എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ അതിൽ പോലീസ് അന്വേഷണം നടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.